നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസ് വെടിച്ചില് മുന്നേറ്റ നിരയും കൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തുകയാണ്. ഹാലൻഡിൻ്റെ നോർവേ ബ്രസീലിനെതിരെ കളിക്കാൻ വേണ്ടി റൗണ്ട് ഓഫ് 16 ഒരുങ്ങി വരികയാണ്. മെക്സിക്കോ ഇപ്പോൾ ഇക്വഡോറിനെ പറഞ്ഞു വിടുകയും 2 കിടിലൻ ഗോളുകൾ ആ കളി പിറന്നു. അപ്പോൾ ഈ കളികളെക്കുറിച്ചൊക്കെ വിലയിരുത്താൻ പിന്നെ ഇന്നത്തെ കളികൾ ഇന്ന് ഇംഗ്ലണ്ട് ഇറങ്ങുന്നുണ്ട്. കോങ്കോയാണ് എതിരാളികൾ, എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ കളി നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. താങ്ക് യു. അപ്പം ഇന്നലത്തെ ഫ്രാൻസിൻ്റെ കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഈ വേൾഡ് കപ്പും കൊണ്ട് അവരങ്ങ് പോവോ? മാരകം. അത് നമ്മൾ പറഞ്ഞതാണ്, അവരുടെ ഒരു ഫ്രണ്ട് ഫോർ എന്ന് പറഞ്ഞെങ്കിൽ ഡെഡ്ലി കോംബോ ആണ്. അതെ. അതിൽ ഏറ്റവും ഒരു എന്താ പറയുക അത്ഭുതപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 പേരും ഇപ്പോൾ ഫ്രണ്ടിൽ കളിക്കുന്ന എംബാപ്പെ, അതേപോലെ തന്നെ ഡെംബലെ, ഒലീസെ, അതേപോലെ തന്നെ ബാർക്കോളി ആണെന്നെങ്കിൽ ഇനി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആരായി 4 പേരും പരസ്പരം എന്തെങ്കിലും റോളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റോ ഗോളുകളോ അങ്ങോട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ നമ്മൾ വളരെ കോംബോ, കഴിഞ്ഞ കളിയിൽ നമ്മളിപ്പോൾ എന്താ പറയുക ഡെംബലയും എംബാപ്പയും തമ്മിൽ ഇപ്പോൾ ഒരാള് 4 ഗോള് 4 അസിസ്റ്റ്, മറ്റൊരാള് ഭാഗത്ത് അങ്ങോട്ട് 2 എണ്ണം. അതേപോലെ ഒലീസെ നൽകുന്ന അസിസ്റ്റുകള് ഓൾറെഡി വേൾഡ് കപ്പിൽ 5 അസിസ്റ്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ മാരകം എന്നേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ഡെഡ്ലി കോംബോ. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് ഇവരുടെ ഈ മുന്നേറ്റ നിര ഫാന്റാസ്റ്റിക് ഫോർ എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. കാരണം ആ രൂപത്തിലുള്ളൊരു പെർഫോമൻസ് ഇവരുടെ മുന്നേറ്റ നിരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ താരങ്ങളുടെയും ഗോളും അസിസ്റ്റും കണക്കൊന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ 6 ഗോളുകളും 2 അസിസ്റ്റുമായി, അതായത് 8 ഗോൾ കോൺട്രിബ്യൂഷനായി 4 കളിയിൽ നിന്ന്. ഒസ്മാൻ ഡെംബലെ 4 ഗോളും 2 അസിസ്റ്റുമായി. മൈക്കൽ ഒലീസെ ഗോൾ അടിക്കുന്നില്ലെങ്കിൽ പോലും 5 അസിസ്റ്റുകളായി എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം അസിസ്റ്റ് നേടിയതിൻ്റെ റെക്കോർഡ് പെലെയുടെ പേരിലാണ്. 1970-ലാണത് 6 അസിസ്റ്റുകൾ. ഇപ്പോൾ ആൾ ഓൾറെഡി 5 അസിസ്റ്റായി. പിന്നെ ബാർക്കോള 2 ഗോളും 1 അസിസ്റ്റുമായി ഓൾറെഡി. സോ ഈ മുന്നേറ്റ നിരയെ തളയ്ക്കുക എന്നുള്ളത് ശരിക്കും എതിരാളികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏത് ടീമിനെയും ഭയപ്പെടുന്ന മുന്നേറ്റ നിരയുണ്ട്. മറ്റൊരു വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംഭവമുണ്ട്. അവസാനമായിട്ട് ഫ്രാൻസ് തുടർച്ചയായിട്ട് 4 കളികൾ തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ജയിച്ചിട്ടുള്ളത് 1998. അന്ന് അവർ വേൾഡ് കപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അത് ആവർത്തിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് കൂടാതെ വേറെ റെക്കോർഡ് കൂടി ഉണ്ടായി. അതായത് ഇപ്പോൾ ഈ 4 കളിയിൽ ഒരു മിനിമം 3 ഗോൾ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പില് ഫൈനലിൽ ഒരു 3 ഗോൾ, 5 കളികൾ വേൾഡ് കപ്പിൽ തന്നെ 5 കളികളിൽ അതാണ്. അതായത് കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഫൈനൽ അടക്കം 5 കളികൾ. അപ്പൊ ഈ 5 കളികളിലും കുറഞ്ഞത് 3 ഗോൾ അടിച്ചെന്നുള്ള റെക്കോർഡാണ്. ഒരു ടീം ഇത് നേടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അവര് വിഷയം ഉണ്ടായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രാൻസ് ഒരു ഗോളൊക്കെ വഴങ്ങുന്നു, 3-4 അടിക്കുമ്പോഴൊന്ന് വഴങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഈ കളിയിൽ മാറ്റിയിട്ടുണ്ട്. വളരെ കോമ്പാക്ട് ഡിഫൻസ് ചെയ്ത് ഇന്നലെ കളിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഫ്രാൻസ് വെടിച്ചുള്ള ടീമാണ്. ആ രൂപത്തിലേക്ക് അവരുടെ കളി മാറിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ സ്വീഡൻ യഥാർത്ഥത്തിൽ അവർക്കെതിരെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. എന്ത് പറയുന്നു സാർ ആ കളിയെക്കുറിച്ച്? ഫ്രാൻസ്, എനിക്ക് സ്വീഡന്റെ തുടക്കത്തിൽ ഒരു ഗെയിം പ്ലാൻ തോന്നിയിട്ടുണ്ടായിരുന്നത്, അവർ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു 5 പേരെ ഡിഫൻസിൽ നിർത്തിയിട്ടാണ് കളി തുടങ്ങിയത്. പിന്നെ അത് 6-7 കണ്ടു. അപ്പൊ തുടക്കത്തിൽ അവരുടെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഡിഫൻസ് ബേസ് തന്നെയാണ്. എനിക്കറിയാം ഫ്രാൻസ് പോലെ തന്നെയുള്ള മുന്നേറ്റത്തിലേക്ക് അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ട് തക്കം കിട്ടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയാണ് തുടക്കത്തിൽ 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ എത്ര നേരം അത് അങ്ങനെ നിലനിർത്താൻ പറ്റും എന്നുള്ളത് ഞാൻ കൗതുകത്തോട് നോക്കിണ്ടായിരുന്നു. കാരണം വെച്ചെങ്കിൽ എന്താ പറയുക, ഫ്രാൻസിന്റെ പോലത്തുള്ള അത്ര ഒരു ലീതലായിട്ടുള്ള ഒരു നിര, ഒരു ഫ്രണ്ട് ലൈന്. അപ്പോൾ അതിനെതിരെ അത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറയാ തലങ്ങും വിലങ്ങും 4 ഭാഗത്ത് എല്ലാ ഭാഗത്തും വരികയാണെന്നുള്ളതാണ്. ഒരു മിസൈൽ ആക്രമണ നിര ഫ്രാൻസിന്റെ, അതിനെ തടയാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ സ്വീഡനെ ഇങ്ങനെ ടോയ് ചെയ്തു എന്ന് പറയും. അവർക്ക് ബോൾ അധികം കിട്ടാത്ത കുറേ സമയങ്ങൾ ശരിക്കും നന്നായിട്ട് സ്വീഡനെ അവർ വിഷമിപ്പിച്ചിട്ടുണ്ട്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം ഉണ്ടായിരുന്നതായിരുന്നു ഡിഫൻസില്. അവരെ എടുത്തു പറയാവുന്ന സംഭവിച്ചെങ്കിൽ അവരുടെ മുന്നേറ്റം നിരയായിരുന്നു. നമ്മുടെ ഇസാക്കും യോഗേഷ് അടങ്ങുന്ന ഒരു മുന്നേറ്റം നിരയാണ്. ഡിഫൻസിലെ പോരായ്മകൾ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ എന്നാലും അവർ ഒരുമിച്ച് നിന്നിട്ട് പോലും അവർക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പിടുത്തം വിട്ടു. അവരുടെ സ്വാഭാവികമായിട്ട് ഫോർമേഷൻ മൊത്തത്തിൽ എന്ന് പറയുന്നത് എന്താണോ ടാക്ടിക്കലി ഉണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളും കൈവിട്ടു പോയി എന്നുള്ളതാണ്.
ഗ്യോക്കറസും ഐസക്കും പോലെയുള്ള സ്ട്രൈക്കർമാരുള്ള ഒരു ടീമാണ് അവർ നോക്കണം. എന്നിട്ട് അവർ ശരിക്കും ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. എലാങ്കയും ഗ്യോക്കറസും ഐസക്കും ഒക്കെ ക്ലബ് ഫുട്ബോളിലൊക്കെ മികച്ച പെർഫോമൻസ് നടത്തുന്നവരാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കളിയുടെ ഒരു പ്രത്യേകത. ഇപ്പം ഇന്നലെ ആണെങ്കിൽ ഫ്രാൻസിൻ്റെ ഓരോ താരങ്ങളും മികവ് കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം, ഈ ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ലേ? അവർ എന്തെങ്കിലും വീക്ക്നെസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മൾ ഞാനിപ്പോൾ കഴിഞ്ഞ ഈ ഫ്രാൻസിൻ്റെ ഇപ്പോൾ 4 കളികൾ, വേൾഡ് കപ്പിലെ 4 കളികളിൽ അവരെക്കുറിച്ച് ഒരു മോശം എന്ന് പറയാവുന്നത് സെനഗലിനായിട്ടുള്ള ഫസ്റ്റ് കളി ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ കളിയിലെ 45 മിനിറ്റ്, അതാണ് അവർ സ്ട്രഗിൾ ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ദശാംശം ഒരു പക്ഷേ ആ ടീമിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് മെഷർ ചെയ്യുന്നതായിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഷയങ്ങളൊക്കെ. പക്ഷെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫ്രാൻസ് എന്ന് പറയുന്നത് ഗ്രാജ്വലി നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം പറ്റും അല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഫ്രാൻസിനെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസ് എന്ന് പറയുന്നത് ജേതാക്കളുടെ പട്ടികയിൽ അത്രമാത്രം 1ാം സ്ഥാനത്തുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തീർച്ചയായിട്ടും പറയാം, അതിൽ ഹോട്ട് ഫേവറേറ്റ് നമ്പർ 1 പൊസിഷനിൽ ഫ്രാൻസ് ആണ് നിസ്സംശയം പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഓർക്കേണ്ടത് ഒരു ഫ്രാൻസ് നിലവിൽ അപ്പുറത്ത് ഒരു ബ്രസീൽ ഫൈനൽ ഉണ്ടാവും എന്നുള്ളതാണ്. 1998 പോലെ 1998 ആവർത്തിക്കുമെന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? വീക്ക്നെസ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പം പറയാവുന്നത് ചെറിയതെങ്കിലും നമുക്ക് ഒന്ന് അവരെ ഡിഫൻസിൽ, അതായത് ഫുൾ ബാക്കുകളുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരുടെ ലിമിറ്റഡ് ആണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഒരുപക്ഷെ എന്താ പറയുക, അതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഹൈലി ക്രിയേറ്റീവായിട്ടുള്ള പ്രസ്സിങ് ആയിട്ടുള്ള മുന്നേറ്റ നിരക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ചുമേനി പോലെയുള്ള അവർ ബീസ്റ്റാണ്. ഇപ്പം നമ്മൾ ഡിഫൻസിന്റെ കാര്യത്തിലൊക്കെ ബീസ്റ്റാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ക്രിയേറ്റിവിറ്റി ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള കേസുകളിൽ റാബിയോട്ട് മതിയാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് ഫുൾ ബാക്കിന്റെ കേസിൽ എന്ന് വെച്ചെങ്കിൽ ലിമിറ്റേഷൻ കേസിലാണ് ഒന്നുകൂടി വെച്ച് എന്താ പറയാ ഒരു പരിമിതി എന്ന് പറയുന്ന തരത്തിൽ തോന്നാവുന്നത്. ഹുസ്കുണ്ട പിന്നെ ബാഴ്സലോണയിലേക്ക് ഒരുപാട് അസിസ്റ്റ് സംഭവങ്ങളൊക്കെ രീതിയിൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കവർ ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ടീമുകൾ ഫ്രാൻസിന്റെ പരിമിതികളെ വീക്ക്നെസ്സുകൾ നോക്കി കളിച്ചിട്ട് അത് നോക്കിയിട്ട് അവിടെ വിള്ളലുകൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തുറക്കും, ഇവിടെ സ്പേസ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, അടി കിട്ടും ചെയ്യുന്നതാണ്. അതൊന്നും പലരും ശ്രമിക്കണമെന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ശ്രമിക്കുന്ന ആത്മഹത്യാപരാവുന്നൊരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. അപ്പം അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ തുറക്കും. ഇവിടെ തുറന്ന അവർ 4 പേരും കൂടി കയറി മേഞ്ഞിട്ട് പോകും എന്നുള്ളതായിരിക്കും ഒരു പ്രശ്നം. പിന്നെ ഈ മിഡ്ഫീൽഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഒലീസ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കൂലേ, താഴെ ഇറങ്ങിയൊക്കെ കളിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഒലീസ് വരും, പ്ലേ മേക്കിംഗ് റോളിലേക്ക് ഒലീസ് വരും. അങ്ങനെ ഒരു പോസ്റ്റിംഗ് ആണ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്നലെ ഇപ്പം എംബാപ്പെ നമ്മുടെ ദിദിയ ദേശാം ഇങ്ങനെ ബൗ ചെയ്യുന്ന കണ്ടു കയറി പോകുന്ന സമയത്ത്. എംബാപ്പെ ഒരു വലിയ ഗ്രേറ്റ്നെസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 27 വയസ്സുള്ളൂ. മെസ്സി ഇത്ര കാലം കളിച്ച് നേടിയിട്ടുള്ള ഗോളുകളേക്കാൾ ഒറ്റ ഗോളേ അദ്ദേഹത്തിന് കുറവുള്ളൂ. 18 വേൾഡ് കപ്പ് മാച്ചസ്, 18 ഗോളുകൾ. എന്തുകൊണ്ട് എംബാപ്പെ അങ്ങ് വലിയ രൂപത്തിൽ ഗ്രേറ്റ്നെസ്സിലേക്ക് പോവോ? വിത്ത് റെസ്പെക്ട് ടു ഇന്റർനാഷണൽ ഫുട്ബോൾ, എസ്പെഷ്യലി വേൾഡ് കപ്പ് ഫുട്ബോൾ, എംബാപ്പെ എന്ന് പറയുന്നത് എന്താ പറയാ, വളരെ റാപ്പിഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾ സ്കോറിംഗ് ആണെന്നുണ്ടെങ്കിലും 18 ഗോളുകൾ അടിച്ചിട്ടുള്ളത് 18 കളിയിൽ നിന്നാണ്, വളരെ വേഗതയിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിലേക്ക് വരികയാണെങ്കിൽ അതേപോലെ തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിന്ന് അങ്ങോട്ട് കൺസിക്യൂട്ടീവ് ആയിട്ടിലേക്ക് തോന്നുന്നു കഴിഞ്ഞ ആളുകളിൽ ഇരട്ട ഗോളുകൾ നോക്കൌട്ട് സ്റ്റേജുകളിൽ. ഇപ്പൊ നോക്കൌട്ട്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആളായി, അതായത് റൊണാൾഡോ ഫെനോമിന ഇരട്ട ഗോളുകൾ കഴിഞ്ഞ അടിച്ച. അതുപോലെ കരിയറിൽ അത് ആ റെക്കോർഡും ഉണ്ട്. അങ്ങനെയുണ്ട്. അതായത് വേൾഡ് കപ്പില് മൾട്ടിപ്പിൾ ഗോൾസ് കൂടുതൽ അടിച്ച് 7 കളികളായി അദ്ദേഹം ഇങ്ങനെ കൂടുതൽ ഗോളുകൾ അടിച്ചു വരുന്നു എന്നുള്ളതാണ്. ഹൈലി കംഫർട്ടബിൾ. ദശാംശം എന്ന് വെച്ചെങ്കിൽ അവർ തമ്മിലുണ്ടായിരുന്ന റാപ്പോ, ഒരു ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും, ഒരു ഗോഡ് ഫാദർ ലൈക്കാണ്. ഫാദർ ലൈക്കാണ് ആക്ച്വലി ആ ഒരു സിമ്പിൾ. ഇതിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കൂടി ഉണ്ട്. കണക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇനി ഫ്രാൻസ് കളിക്കാൻ പോകുന്നത് പരാഗ്വേയാണ്. അപ്പൊ 1998 വേറൊരു ഹിസ്റ്ററി ആവർത്തിക്കവിടെ. അതിൽ ഹിസ്റ്ററി അറിയോ? 1998 പരാഗ്വേറ്റ് പ്രീ ക്വാർട്ടർ ഉണ്ടായിരുന്നു റൗണ്ട് ഓഫ് 16. ഈ ഇതില് 114 വരെ 114 മിനിറ്റ് ആദ്യമായിട്ട് ശരിക്കും നമ്മൾ ലോകകപ്പില് ഗോൾഡൻ
ഗോൾഡൻ ഗോൾ ആണ്. അത് ലോറൻ ബ്ലാങ്ക് ആണ് അതെ അത് അടിച്ചത്. 6 മിനിറ്റ് മാത്രം ബാക്കിയിരിക്കുക. 1-0 അന്ന് ഫ്രാൻസ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ലോറൻ ബ്ലാങ്ക് ഗോൾഡൻ ഗോൾ അടിച്ചത്. പക്ഷെ അന്ന് ഫ്രാൻസ് ഏകദേശം 30ഓളം ഷോട്ടുകൾ അന്ന് അടിച്ചിട്ടുണ്ടായിരുന്നുള്ള. ശിലാവട്ടായിരുന്നു ഗോളി. അത്രയും ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ഏകദേശം ഇന്നലെ 25 ഷോട്ടുകളുണ്ട്, 12 ഓൺ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ ഇതേപോലെ ഇനി പ്രീ ക്വാർട്ടറിലേക്ക് തീർച്ചയായിട്ടും പരാഗ്വേ ആ രീതി തന്നെ കളിക്കുന്നുണ്ടാവുക. ഇങ്ങനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് കളിക്കുന്നുണ്ടാവുക. അത് അന്ന് ഗോൾഡൻ ബോൾ ആണ്. പല സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ അത് അറിയുണ്ടാവില്ല, പുതിയ ഫാൻസിനൊന്നും അറിയണ്ടാവില്ല. പഴയ എല്ലാവർക്കും അറിയാം അങ്ങനെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ച കളി കഴിഞ്ഞു. അതായത് 30 മിനിറ്റ് എക്സ്ട്രാ ടൈം ഇല്ല. ആരാണ് ആദ്യം ഗോൾ അടിച്ച, അത് കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ എക്സ്ട്രാ ടൈം ഗോൾ അടിച്ച കളിയോടെ തീർന്നു. ഒന്നും തിരിച്ച് കളിക്കാനൊന്നും സമയമില്ല, പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും റാഷണലി ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞത് ഗോൾ അടിക്കാൻ ബ്രേക്കിനാണല്ലോ, അങ്ങനെ ആലോചിക്കുക രീതിയിലാവും. അതാണ്. പക്ഷേ അങ്ങനെ വരുമ്പോ എന്താ അറിയോ, ശരിക്കും നമ്മൾ ഈ നെഞ്ച് പടച്ചാണ് കളി കാണുക. എക്സ്ട്രാ ടൈം റോമയിലേക്ക് അങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും എംബാപ്പയും ഈ കാര്യം പറഞ്ഞു. എംബാപ്പയോട് ചോദിക്കുന്നുണ്ട്, ഈസി ആയില്ലേ ഈ റൗണ്ട് ഓഫ് 16 ഈസി ആയില്ലേ, പരാഗ്വേ ആണല്ലോ എതിരാളികൾ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെയില്ല, വേൾഡ് കപ്പിൽ എല്ലാ മത്സരങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്, ഈസി ഗെയിം എന്നുള്ളത് വേൾഡ് കപ്പിലില്ല. ഇപ്പോൾ ജർമ്മനിക്കെതിരെ നല്ല കളി കളിച്ചിട്ടാണ് പരാഗ്വേ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്രോച്ചിൻ്റെ ഒരു വ്യത്യാസമാണ്. കിമിച്ച് പറഞ്ഞ പോലെ അവരൊന്നും വേൾഡ് ക്ലാസ് അല്ല എന്നല്ല പറയുന്നത്, മറിച്ച് വേൾഡ് കപ്പാണ്, ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫൈറ്റ് കൊടുക്കും പരാഗ്വേ എന്ന് വിചാരിക്കാം. പക്ഷേ ജർമ്മനിക്കാർ പോകുന്നത് തന്നെയാണ് നമ്മൾ ഫ്രാൻസ് കയറി പോകുന്നതാണ് കരുതുന്നത്. പക്ഷെ പരാഗ്വേ കളിക്കുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് എന്നുള്ളത് ഇപ്പൊ ജർമ്മനിയായിട്ട് കളിച്ച് കണ്ട് ഇതാണ് ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ഫ്രാൻസിൻ്റെത് ജർമ്മനിയുടെ പോലുള്ള മുന്നേറ്റനിരല്ല. ഇതേപോലുള്ള മുന്നേറ്റനിരക്ക് അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കാണാന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഐവറി കോസ്റ്റ് വേഴ്സസ് നോർവേ മത്സരം 2-1 കളി തീരുമാനമായത്. എർലിംഗ് ഹാലൻഡ് അവസാനം ഗോൾ അടിച്ചിട്ടാണ് കളി ജയിപ്പിക്കുന്നത്. മറ്റൊരു ഗോൾ ന്യൂസയാണ് നേടിയത്. അപ്പം ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിലെ വിജയികൾ നേരിടാൻ പോകുന്നത് ബ്രസീലിനെയാണ്. ഇപ്പോൾ ഇന്നലത്തെ കളിയിൽ നോർവേ ജയിച്ചെങ്കിലും ഐവറി കോസ്റ്റ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ബ്രസീലിന് നോർവേ ആയതാണോ ഒന്നുകൂടി എളുപ്പമായത്, എന്ത് തോന്നി? നോർവേ പണിയത് ഒരു കാര്യം, നോർവേ ബ്രസീൽ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കളികൾ തമ്മിൽ കളിച്ചിട്ടുണ്ട്. 3 ഫ്രണ്ട്ലി ആണ്, 1 കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള 1998. ഈ 4 കളി അൺബീറ്റൺ ആണ് നോർവേ എന്നുള്ളത്. 2 ഡ്രോ 2 വിജയങ്ങളാണ്. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു 1997 ഒരു 1998 വേൾഡ് കപ്പിന് മുമ്പുള്ള ഫ്രണ്ട്ലിയിൽ 4-2 നോർവേ ജയിച്ചു. 1990 വരുമ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനത്തെ മത്സരത്തിൽ ഒരു ഗോളിന് ലീഡ് ചെയ്തതിനു ശേഷം 2 അവസാന സമയത്താണ് മൊറോക്ക ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാനുള്ള കാരണം അതാണ്. മൊറോക്കോ 1998 അതിൽ നിന്ന് ആ 90 അപ്പൊ അങ്ങനത്തെ ഒരു അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും. ആ ഒരു കോൺഫിഡൻസ്, കാരണം they are unbeaten against Brazil എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു കോൺഫിഡൻസ് അല്ലേ ബ്രസീലിനായിട്ട് പോകുമ്പോൾ. പിന്നെ അവർക്ക് പറയാൻ വേണ്ടി നിലവിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ട്രൈക്കർ ഹാലൻഡ് പോലെയുള്ള, ഒഡേഗാർഡ് പോലെയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ബ്രസീൽ എന്ന് പറയും തീർച്ചയായിട്ടും അത് എങ്ങനെയാണ്, മെന്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോർവേ എന്ന് പറയുന്നത് വലിയ കോമ്പറ്റീറ്റീവ് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള ഹിസ്റ്ററി സ്വാഭാവികമായിട്ടും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ഫേസ് ചെയ്യണു എന്നുള്ള ആറ്റിറ്റ്യൂഡ്, അപ്രോച്ച് എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, പലരും ഹാലൻഡ് മാത്രമല്ലേ നോർവേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കാണുന്നുണ്ട്. അത് നോർവേ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഹാലൻഡും അദ്ദേഹത്തോടൊപ്പം സൊർലോത്തും പിന്നെ നമ്മുടെ ഒഡേഗാർഡും എല്ലാം കൂടി ചേരുമ്പോൾ അതൊരു സൂപ്പർ ടീമാണ് ശരിക്കും മുന്നേറ്റത്തിൽ കേട്ടോ. പക്ഷെ അവരുടെ ഡിഫൻസ് ഒന്നും അത്ര ബ്രസീലിന് തടയാൻ മാത്രം ഉണ്ടോ? ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നു ഇന്നലെ നോർവേ ഐവറി കോസ്റ്റ് ഒരു ഹൈ ഇന്റൻസിറ്റി മാച്ച് ഒന്നല്ല. പലപ്പോഴും ഡള്ളായിട്ടുള്ള വിരസായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ
ടീമിന് വിജയിച്ചേ തീരൂ എന്നുള്ള രീതിയിലുള്ള ഒരു രണ്ട് ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടായതും കണ്ടില്ല. എനിക്ക് തോന്നുന്നു കളി ബ്രസീലിനായിട്ടാണ് എന്നുള്ള അറിഞ്ഞുകൊണ്ട് അതൊന്നും അതറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും എന്തോ ഒരു കളിയിൽ എന്തൊക്കെയോ സംതിങ് ലാക്ഡ് ആ ഒരു കളിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സ്റ്റിൽ ഒരു നോർവേ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു കളിയിൽ ഉണ്ടായിരുന്നു, കുറച്ചെങ്കിലും അപ്പർ ഹാൻഡ് കുറച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തോ 2-1 ജയിച്ചു ആണ്. ഹാലൻഡ് ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടാപ്പിനാണെങ്കിലും നമ്മൾ പറയാറില്ലേ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ എത്തുക എന്നുള്ളത്, അതെല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ഗോൾ അടിക്കേണ്ടവർക്ക്, അത് ചിലവർക്ക് മാത്രം എന്നുള്ള രൂപത്തിലാണ് പലരും പറയാറുള്ളത്. പക്ഷേ ഇതിലൊരു കാര്യം കൂടി ഉള്ളത്, ഹാലൻഡിനോട് ഇപ്പോൾ ഈ കളി കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ ഫ്രാൻസിനെതിരെയുള്ള കളിക്ക് മുമ്പ്, അതിന് മുമ്പുള്ളവരുടെ മത്സരം കഴിഞ്ഞിട്ട് ഫ്രാൻസ് നിങ്ങൾ ജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഹാലൻഡ് പറഞ്ഞു ഫ്രാൻസ് ജയിക്കും, ഫ്രാൻസ് ചിലപ്പോൾ വേൾഡ് കപ്പ് എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രാൻസിനെതിരെ ഹാലൻഡ് കളിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെ കളി കഴിഞ്ഞിട്ട് ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ നോർവേക്ക് സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാലൻഡ് പറയുന്ന മറുപടി വളരെ കുറഞ്ഞ സാധ്യതയുള്ളൂ. പിന്നെ വിനി ജൂനിയറെ പേടിയുണ്ടോ, പിന്നെ ലോകത്തെ ഏറ്റവും മികച്ച വിങ്ങറെ പേടിക്കാത്ത ആരെങ്കിലും. അപ്പോൾ ഇത് വേറൊരു സൈക്കോളജിയാന്ന് തോന്നുന്നുണ്ട്. ഈ നല്ല പഠിപ്പിസ്റ്റുകളായിട്ടുള്ള കുട്ടികളെ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയും ചെയ്യും, പരീക്ഷ പോയി എന്നായി ആ പരിപാടിയാണ് ഹാലൻഡ് എടുക്കുന്നത്. ഉണ്ടാവും, അതൊരു പറഞ്ഞൊരു മൈൻഡ് ഗെയിമാണ് ഇത് പറഞ്ഞ പോലെ. പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്രസീലിന്റെ ഭാഗത്ത് ഒരു പ്രഷർ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടിയാണ്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിലിപ്പോ കിരീട ഭാരം കൂടുതലായിട്ടുള്ള വലിയൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിലവിലേക്ക് തോന്നുന്നു ഒന്നും കൂടി ഒരു ഉത്തരവാദിത്വം അതേപോലെ തന്നെ പ്രഷറൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് തോന്നുന്നു ആഞ്ചലോട്ടി അതിന്മേൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. കഴിഞ്ഞ കളികളിലൊക്കെ വളരെ റിഫ്ലക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് അവർക്കറിയാം. പിന്നെ 1998 കേസും നമ്മളിപ്പോൾ ഈ നോക്കൗട്ട് സ്റ്റേജിലും കേസ് ഡിഫറെൻ്റ് ആണ്. 1998 ഒന്നുകൂടി ബ്രസീൽ ഒന്ന് കോംപ്ലാസൻ്റ് ആയതാണ്. കാരണം വെച്ചെങ്കിൽ അവർ 2 കളി ജയിച്ച് ഏകദേശം ഗ്രൂപ്പ് ജേതാക്കളാകും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. 2 കളി ജയിച്ചിട്ട് അങ്ങനത്തെ രീതിയിലാണ്. അതിന് മുമ്പുള്ള കളി ഫ്രണ്ട്ലി ആയിരുന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇത് നോക്കൗട്ട് സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അതിലെന്ന് വെച്ചെങ്കിൽ ബ്രസീലിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അപ്രോച്ചൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതന്നെ. തീർച്ചയായിട്ടും ഈ മാച്ച് വളരെ ഒരു മികച്ച രൂപത്തിൽ തന്നെ ബ്രസീൽ ഹാൻഡിൽ ചെയ്യുമെന്ന് വേണം കരുതാൻ. പിന്നെ സ്വാഭാവികമായിട്ടും ചരിത്രങ്ങളൊക്കെ തിരുത്തി കുറിക്കാനുള്ളതാണല്ലോ. അതിനാണല്ലോ ഡോൺ കാർലോ അവിടെ വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ബ്രസീൽ നോർവേയെ വളരെ അനായാസം മാറി കടന്നേക്കാം. പിന്നെ ഇന്ന് രാവിലെ നടന്ന മത്സരം മെക്സിക്കോ വേഴ്സസ് ഇക്വഡോർ പോരാട്ടം, 2 കിടിലൻ ഗോളുകളാണ് മെക്സിക്കോ നേടിയത്. മെക്സിക്കോ അവരുടെ മണ്ണിൽ അങ്ങ് അർമാദിച്ചു പോകും. അസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ 89 മത്സരങ്ങൾ കളിച്ചതിൽ 2 മാത്രമേ അവർ തോറ്റിട്ടുള്ളൂ. 2 മത്സരങ്ങൾ. അതന്നെ ഈ 21ാം നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തോറ്റ 2 മത്സരങ്ങളാണ്. പിന്നെ അവർ വേറെ തോറ്റിട്ടില്ല. പിന്നെ ഡ്രോസ് വളരെ കുറച്ച് ഡ്രോസ് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയിൽ നിന്ന് കൂടി 69 വിജയങ്ങളായിട്ടുണ്ട്. 83 മത്സരങ്ങളിൽ 69 വിജയങ്ങളാണ്. അസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ അവർ കളിക്കുമ്പോൾ ദർ സംതിങ് എൽസ്. മെക്സിക്കോ അങ്ങനെയാണ്. മെക്സിക്കോ ആ ടീം ആ രീതിയിൽ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് കളിക്കുന്നത്. അത് മാത്രമല്ല, അപ്പോൾ 4 ഷട്ടൗട്ട് അല്ലെങ്കിൽ ക്ലീൻ ഷീറ്റ് മത്സരങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് 4 മത്സരങ്ങളും ഒറ്റ ഗോൾ ഒരു വഴങ്ങിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. അത്രയും കോൺഫിഡൻസിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിൽബർട്ടോ മോറ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത റെക്കോർഡാണ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ പെലക്ക് തൊട്ട് പുറകിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് കപ്പ് നോക്കൗട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കളിക്കാരൻ. 17 വയസ്സാണ് ഗിൽബർട്ടോ മോറയുടെ പ്രായം. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പം ഇക്വഡോറിൻ്റെ താരങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ഹോട്ടലിൻ്റെ പുറത്ത് പോയിട്ട് ഈ മെക്സിക്കോയുടെ ഫാൻസ് വലിയ കൂട്ടമായിട്ട് പോയിട്ട് ഹോൺ അടിക്കുന്നു, പിന്നെ പടക്കം പൊട്ടിക്കുന്നു, ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അത് ഇക്വഡോർ കേസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിപ്പോൾ നമ്മൾ ക്ലബ് ഫുട്ബോളിലൊക്കെ പലപ്പോഴും ഓരോ ടീമിൻ്റെ ഫാൻസ് ചെയ്യുന്നതാണ്. ശരിക്കും മെക്സിക്കോക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇക്വഡോറിനെ തോൽപ്പിക്കാൻ? മെക്സിക്കോ കളിക്ക് മുമ്പ് നടന്ന സംഭവമാണത്. അതെ, കളിക്ക് തലേ ദിവസം. അത് അതിൻ്റെ ഒരു ആവശ്യം ഞാൻ സത്യം പറഞ്ഞില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒന്നാമത് ഇക്വഡോറിനെ സംബന്ധിച്ച് ഞാൻ കരുതിയിരുന്നത് ഒന്നുകൂടി നല്ല രീതിയിൽ, കാരണം എസ്പെഷ്യലി അവരുടെ ഒരു റെസിലിയൻസ് പവർ, കാരണം തിരിച്ചു വന്നതാണ്. പുറത്താകുന്ന ഘട്ടത്തിൽ ജർമ്മനിയെ അട്ടിമറിച്ചിട്ട് വന്നൊരു ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, അവരിതിലേക്ക് കഴിഞ്ഞ കളിയിൽ മെക്സിക്കോയിട്ട് നല്ല പെർഫോമൻസ്, നല്ല രീതിയിൽ ചെറുത്തേൽപ്പൊക്കെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മെക്സിക്കോ അതൊക്കെ ഒരു ഫാൻ വാർ ആണ്. പക്ഷെ അല്ലാതെ എന്ന് പറയുന്നത് ടീം എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എനിവേ മെക്സിക്കോ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയെങ്കിലും അറ്റനി കോസ്റ്റ് ഗോൾ അടിക്കുക എന്നുള്ളത്. ആ 2 ഗോള് ഫസ്റ്റ് ഹാഫിൽ മെക്സിക്കോ കളം നിറഞ്ഞ് കളിച്ചത് നമുക്കറിയാം. സെക്കൻഡ് ഹാഫിലാണ് എന്തെങ്കിലും ഇക്വഡോറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ മെക്സിക്കോ മുന്നോട്ട് പോവുകയാണ്.
ഇനി ഇന്നത്തെ കളികളുടെ കാര്യത്തിലേക്കൊന്ന് പോകണം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടുള്ള കളി ഇംഗ്ലണ്ട് DR കോങ്കോ മത്സരമാണ് ഒന്ന്. അപ്പോൾ ഇതിൽ ഈ കോങ്കോ നമുക്കറിയാലോ നമ്മുടെ പോർച്ചുഗലിനെ വരച്ച വരയിൽ നിർത്തിയതാണ്. അതുപോലെ ഇംഗ്ലണ്ടിനെ വരക്കുമോ? വരച്ച വരയിൽ നിർത്തുന്നുള്ളതല്ല, ഗോള് വഴങ്ങുന്നതിന് വളരെ പിശുക്കാണ്. ഗോള് വഴങ്ങിയിട്ടില്ല. പോർച്ചുഗലിന് കളിച്ചപ്പോൾ 1-1. പിന്നെ ഒരു കളിയിൽ തോറ്റത് നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാരാ? ഞാൻ നോക്കാം. ഞാൻ പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്തായാലും ആ കളി തോറ്റിട്ടുള്ള ഒരു ഗോളിനെ തോറ്റിട്ടുള്ളത്. അതെ, അതായത് അവരുടെ മാച്ച് വന്നെങ്ങനെയാണ്: പോർച്ചുഗൽ വേഴ്സസ് DR കോങ്കോ 1-1, കൊളംബിയ വേഴ്സസ് DR കോങ്കോ 1-0, കൊളംബിയായിട്ട് ഒരു ഗോളിനാണ്, ഉസ്ബെക്കിനെതിരെ 3-1. അപ്പോൾ ആകെ 3 കളി 3 ഗോളാണ് അവർ ആകെ 3 ഗോള് ആണ് അവരാകെ വഴങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഉസ്ബെക്കിനെ 3-1 തോൽപ്പിക്കുകയും ചെയ്തു. ഉസ്ബെക്കിനെ 3-1 തോൽപ്പിച്ചു. അപ്പോൾ വലിയൊരു മാർജിനില്ലേ. അപ്പോൾ നമ്മൾ പോർച്ചുഗലിനുള്ള കളി തന്നെ വ്യക്തമായതാണ്. അവർ ഫിസിക്കലി വളരെ എന്താ പറയുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ ബാക്ക് ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു പോർച്ചുഗലിനായിട്ടൊക്കെ സ്വീകരിച്ചുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും ഇംഗ്ലണ്ടിനായിട്ട്. ഒന്നുകൂടി ഡിഫൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഇതിൽ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് മാത്രം ഗോൾ അടിക്കുന്ന രീതിയിൽ തന്നെയാവും കോങ്കോ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ പറയുക, ഇപ്പോൾ ഘാന ഇതേപോലെ തന്നെ ഒരു പണി കൊടുത്താണ്. ഗോൾ ചെയ്ത സമനിലയിൽ. അപ്പോൾ അന്ന് ഏകദേശം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഇംഗ്ലണ്ട് അന്ന് ഏകദേശം 10-20 ഏകദേശം 30 അടുത്ത് ഷോട്ടുകളൊക്കെ പായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർക്ക് ഒരു സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്ര ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ്. 78% മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ഗോൾ പൊസിഷനിലെ കാര്യത്തിലുണ്ടായിരുന്നു. 78%. അപ്പോൾ അതിൽ എന്താ പറയുക, ഒരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലണ്ട് ഇപ്പോൾ ഇതുവരെ കളിച്ചത് പൊസഷൻ ഗെയിമിലും അതേപോലെ തന്നെ ഇതിലൊക്കെ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ ആദ്യത്തെ കളി ക്രൊയേഷ്യനായിട്ടുള്ള കളിയാണ് ഒന്നുകൂടി നല്ല രീതിയിൽ ഗോൾ അടിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പനാമയായിട്ടുള്ള കളിച്ചതേപോലെ തന്നെ നന്നായിട്ട് കളിച്ചു. പക്ഷെ അതൊരു ആധികാരികമായിട്ട് ഒന്നുകൂടി സ്കോർ ലൈൻ ഒന്നുകൂടി കൂടായിരുന്നുള്ളതുണ്ടായിരുന്നു. പനാമയായിട്ട് കളിച്ചത് 2-0 അടിക്കായിരുന്നുള്ളത്. അപ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് എന്തായാലും സ്റ്റിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് സ്വാഭാവികമായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഹാരി കെയ്ന് കഴിഞ്ഞ കളി ഗോൾ അടിച്ചു. ബെല്ലിംഗാം ഗോളും അസിസ്റ്റ് കളിച്ചു. ബെല്ലിംഗാമും ഹാരി കെയ്നും തന്നെയാണ് അപ്പോൾ അതിൽ ഗോൾ അടിക്കാൻ പ്രധാനമായിട്ട് ഇംഗ്ലണ്ടിന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഗോൾ അടിച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ കളിയിൽ സാക്ക, അതുപോലെ റോജേഴ്സ്, റാഷ്ഫോർഡ് ഒക്കെ ഉണ്ടായിരുന്നു. സാക്കയുടെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ എലിയറ്റ് ആൻഡേഴ്സൺ. അങ്ങനെ മികച്ച ടീം തന്നെയാണ് ഇംഗ്ലണ്ട്. പക്ഷേ കോങ്കോ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ കളിയുടെ ഒരു റിസൾട്ട് സാറ് പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന വിചാരിക്കുന്നത്? ഇംഗ്ലണ്ട് ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മത്സരത്തിൽ ഹൈ സ്കോറിംഗ് മാച്ച് ആവും. ഹൈ സ്കോറിംഗ് ആവണമെന്നില്ല. കാരണം DR കോങ്കോ ഒന്നുകൂടി ചെറുത്ത് നിൽപ്പ്, നല്ല കൂടുതൽ ഗോൾ വഴങ്ങുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല. ഗ്രൂപ്പ് വഴങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇപ്പോൾ 3 ഗോളുകൾ വഴങ്ങിയത് അല്ലേ. കൂടുതൽ വഴങ്ങുമെന്ന് തോന്നണില്ല. അതായത് സ്കോർ ലൈന് നമുക്കൊരു 3-1 പ്രതീക്ഷിക്കാം. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ ബെൽജിയം വേഴ്സസ് സെനഗൽ മാച്ചാണ്. ബെൽജിയത്തിന് ആധിപത്യം അല്ലേ, അങ്ങനെയാണോ തോന്നുന്നത്? ബെൽജിയത്തിൻ്റെ ഇപ്പോൾ അവസാനത്തെ കളിയിൽ 5-1. അതെ, അത് ഒരുപക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടാവും. പക്ഷെ ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുള്ള 2 കളിയാണ് ആക്ച്വലി ആ കളിയിലേക്ക് എത്തിച്ചത്. അതിന് മുമ്പുണ്ടായത് 2 കളിയിൽ അവരൊരു ഗോൾ അടിച്ചിട്ടില്ല. ഒരു ഗോൾ അടിച്ചത് ഓൺ ഗോളാണ്. അതെ. അപ്പോൾ ആ സമനിലയിൽ, അതായത് ഇറാനായിട്ടുള്ള സമനിലയാണ് 1-1. ആ സമനിലയിൽ 1 ഓൺ ഗോളാണ്. അപ്പോൾ ഈ ഒരു അവസാനത്തെ കളിയിലാണ് കുറച്ച് ഗോൾ അടിച്ചത്. പക്ഷെ ആ ഗോൾ അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ പൊസസ് ചെയ്തിട്ട് നല്ല കളി തന്നെ കളിക്കുന്നത്. പക്ഷെ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഫിനിഷിങ്ങിൽ ഒരുപാട് വിഷയങ്ങൾ അതുണ്ട്. പക്ഷേ കഴിഞ്ഞ കളി വളരെ മനോഹരമായിട്ട് കളിച്ചു. ഡിബ്രൂണ് ഗോൾ അടിച്ചു, ലുക്കാക്കു ഗോൾ അടിച്ചു, എല്ലാവരും ഗോൾ അടിച്ചു. 2 ഗോൾ അടിച്ചു. 5-1 ഒരു ജയം. എതിർ ടീം ന്യൂസിലാൻഡാണ്. നോക്കണം. ഏതായാലും ഡിബ്രോയിനും ലുക്കാക്കും സീൽസ് മേക്കേഴ്സും ട്രൊസാർഡിന്റെ ഇരട്ട ഗോളും ഒക്കെ ആയിട്ട് അവരന്ന് ജയിച്ചു കയറിയത്. സെനഗലിനെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് തന്നെ മാന ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല, നിക്കോള ജാക്സന് ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാറ് പക്ഷെ ഗോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗോളുകളാണ് വന്നിട്ടുള്ളത്. അവസാനം
3 പോയിന്റ് നേടി നോക്കൌട്ടിലെത്തിയ ഒരേ ഒരു ടീം സെനഗലാണ്. ബാക്കിയുള്ളവരൊക്കെ 4 പോയിന്റ് ഉണ്ട്. അതിന് അവസാനത്തെ ഇറാഖിനായിട്ടാണ് എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഗോയയുടെ ഇരട്ട ഗോളുകളും എൻ്റെയുടെ ഒരു ഗോളും ഡിയാറയുടെ ഒരു ഗോളും സാറിൻ്റെ ഗോളുമാണ് വന്നത്. അപ്പം സെനഗൽ ടീമുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. സൂപ്പർ ടീമുണ്ട്, സാദിയോ മാനെ, ഇസ്മായിൽ സാറും ദിയാറയും കമാറയും ഗോയയും ഒക്കെ വരുമ്പോൾ മികച്ചൊരു ടീം അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരം എന്ന് പറയുമ്പോഴേ ബെൽജിയത്തിനാണോ ആധിപത്യം അതല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സെനഗൽ ഇനിയിപ്പോൾ കഴിഞ്ഞ അവസാനം ജയിച്ച പോലെ ഒരു നേട്ടത്തിലേക്ക് പോവോ? അങ്ങനെയാണെങ്കിൽ അത് വല്ലാതെ സംഭവിക്കും. ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു കളി മാത്രം ജയിച്ച ടീം റൗണ്ട് ഓഫ് 16 പ്രവചനാതീതാണ്. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൻ്റെ ഒക്കെ പെർഫോമൻസ് ഒരു പ്രവചനാതീതാണ് എനിക്ക് തോന്നുന്നത്. കൺസിസ്റ്റൻ്റ് അല്ല പെർഫോമൻസ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പല കളിയും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സെനഗലിൻ്റെ കേസിൽ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ബെൽജിയം ഒരു ചെറിയ ഒരു സ്കോറിനെങ്കിലും മാർജിനിലേക്ക് വിജയിക്കുന്നത് തോന്നുന്നത് ഈ കളിയിൽ. ഒരു സ്കോറിലേയും പറയുകയാണെങ്കിൽ എങ്ങനെ വരും? 2-1 ബെൽജിയം ജയിക്കാം എന്നുള്ളതാണ്. അടുത്ത കളി USA വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. രാവിലെ 5:30 നടക്കുന്ന കളിയാണ്. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ USA ജയിക്കുന്നല്ലേ തോന്നുന്നു? USA ജയിക്കും. ചിലപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 മത്സരം വിജയിച്ചു, അവസാനം ടർക്കിയായിട്ട് ഒരു തോൽവി വന്നു. ഇത് പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് ജേതാക്കളായി വന്നപ്പോൾ സെറ്റായതിനു ശേഷമുള്ള സംഭവമാണ്. അപ്പം ഇതിലേക്ക് വരുമ്പം ബോസ്നിയ എങ്ങനെ കടന്നുകൂടി നമുക്കറിയാം. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഈ നോക്കൌട്ട് സ്റ്റേജിലേക്ക് വരുമ്പോഴേ ഇവരുടെ ഗെയിം പ്ലാനുകൾ പലരും എങ്ങനെയാണത് നടപ്പാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ചിലപ്പോൾ ഏത് നെഗറ്റീവ് ടാക്ടിക്സിലൂടെയും എങ്ങനെയാണെന്ന് വെച്ചെങ്കിലും ഗോൾ അടിക്കാതെ പിടിച്ചു നിർത്താനുള്ള രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷൂട്ട് ഔട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഒരു വിഷയം, പ്രവചനാതീതമാക്കുന്ന വിഷയം. അതാണ് നമ്മളിപ്പോ നെതർലൻഡ്സിന്റെ കാര്യത്തിൽ ഒക്കെ കണ്ടത്, അവർക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഷൂട്ട് ഔട്ടിൽ പോലും ചാൻസ് ഉണ്ടായിരുന്നു. അതാണ്. പക്ഷെ ജർമ്മനിയുടെ കാര്യത്തില് ഈ ഷൂട്ട് ഔട്ടിൽ 6ാമത്തെ, അത് ബിൽഡ് എന്നുള്ള റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, 6ാമത്തെ ഷോട്ട് എടുക്കാൻ, അതായത് ന്യൂ ഇയർ അത് തടഞ്ഞ് 3-3 ആയല്ലോ. അപ്പോൾ അതിനുശേഷം പിന്നെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിമ്മിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ് ഓരോരുത്തരോട്, ഷോട്ട് എടുക്കണ്ടോ ഇല്ലേ ഇങ്ങനെ. അപ്പോൾ ഓരോ താരങ്ങളും ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ടാണ് അവസാനം ജൊനാഥൻ താ പോയി കിക്ക് എടുത്തെന്ന് പറയുന്നു. അപ്പം അതേ ഇതുവരെ പ്രൊഫഷണൽ കരിയറിൽ ഒരു പെനാൽറ്റി കിക്ക് പോലും എടുത്തിട്ടില്ല പോലും അദ്ദേഹത്തിൻ്റെ കിക്ക് പുറത്ത്. അപ്പോൾ ഈ ഒരു പ്രഷർ ഭയങ്കരമായിരിക്കും ഈ പ്രൊഫഷണൽ പ്ലേയേഴ്സിന് പോലും വേൾഡ് കപ്പിൽ. പ്രൊഫഷണൽ പൊതുവെ ജർമ്മൻ ടീം പ്രൊഫഷണൽസിന് പേര് കേട്ടവരാ. അതെ പൊതുവെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ സമ്മർദ്ദഘട്ടങ്ങളൊക്കെ അതിജീവിക്കാൻ വളരെ പേര് കേട്ടവരാ. പക്ഷെ എന്താണ് ഇപ്പോൾ ജർമ്മൻ ടീമിന് പറ്റിയുള്ളത്? 2018 മുതലിങ്ങോട്ട്, വേൾഡ് കപ്പ് മുതലിങ്ങോട്ട് ഈ പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ആദ്യത്തെ വേൾഡ് കപ്പിലെ ആദ്യത്തെ കളിയിൽ കുർസാവിനായിട്ടൊക്കെ വളരെ അധികാരിയും മൃഗീയമായിട്ട് രീതിയിലൊക്കെ കളിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് ജർമ്മനിക്ക് പറ്റിയെന്നുള്ളത് ഒരു മിസ്റ്ററി നിഗൂഢതയാണ്. നെഗൽസ്മാൻ ഇന്നലെ പറഞ്ഞതാണ് അതിൻ്റെ ശരി. അതായത് ഞങ്ങളിപ്പോൾ തുടർച്ചയായി 3 വേൾഡ് കപ്പിലാണല്ലോ അങ്ങനെ പുറത്താവുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഫുട്ബോളിലെ എലൈറ്റ് ടീമുകളുടെ കൂട്ടത്തിൽ ഞങ്ങളില്ല, അതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ റിസൾട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഏതായാലും നമുക്ക് കളികൾ കാണാം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചസ് ഉണ്ട്. ഇംഗ്ലണ്ടിനെ കോങ്കോ കൂട്ടുമോ? ഷിയാബ് സർ പറഞ്ഞ ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ്. ബെൽജിയം വേഴ്സസ് സെനഗൽ മത്സരം, അത് തീർച്ചയായിട്ടും ബെൽജിയത്തിനാണ് ജയസാധ്യത അദ്ദേഹം കണക്കാക്കുന്നത്. അതുപോലെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന മത്സരം USA-ക്കെതിരെയാണ് ആ മത്സരം വരുന്നത്. ആ കളി USA ജയിക്കും എന്നും പ്രഡിക്റ്റ് ചെയ്യുന്നു. ബാക്കി വിശകലനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.